ഇന്ന് നമുക്കേ ഒരു ചിക്കൻ വട ഉണ്ടാക്കിയാലോ? എന്ന് നമ്മളിങ്ങനെ ഈ എന്താ പറയുക കറിയും തോരനും ഒക്കെയല്ലേ. ഇന്നിപ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ചിക്കൻ ഉണ്ടല്ലോ. ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ട്. അത് ബോൺലെസ് ചിക്കൻ. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റക്കറക്ക് എന്നിട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രെഡ് പൊടിയുണ്ട്, മുട്ട, പിന്നെ ഒരു സവോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു എരിവ് പാകത്തിന് നമുക്ക് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞത്. ഇത്ര നമുക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം എരിവ് നിങ്ങളുടെ പാകത്തിന് എടുക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ. ഇതിപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. കണ്ടോ, ബോൺലെസ് ചിക്കൻ. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നതേ നമ്മുടെ കറിവേപ്പില അരിഞ്ഞ് വെച്ചത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, നമ്മൾ എടുത്ത് വെച്ച കുരുമുളക് പൊടി. ഇത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇടാവുള്ളൂ. നമ്മുടെ പെരുംജീരകപ്പൊടി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇത്രയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഒരു മുട്ട അതും ചേർത്തു. ഇനി നമ്മൾ ബ്രെഡിൻ്റെ പൊടിയില്ലേ, കണ്ടോ, ബ്രെഡിൻ്റെ പൊടി നമുക്ക് കുഴയ്ക്കാൻ പാകത്തിൽ, നമുക്ക് ആ വടയ്ക്ക് പിടിക്കാൻ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്ര ഇടാം. നമുക്ക് കുഴച്ച് നോക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്കേ കുറച്ചും കൂടെ വേണം ബ്രെഡിൻ്റെ പൊടിയേ. ഞാനിപ്പോൾ ഒരു 15-16 ബ്രെഡ് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടി വരികയില്ല. കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കുഴയ്ക്കാം. ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവമില്ലേ, ആ പരുവാകുമ്പോഴത്തേനും നമുക്ക് നിർത്താം. ഒന്ന് ഉരുട്ടിയാൽ ഉരുളയാകുന്ന ഒരു പരുവേ. ഒരിച്ചിരും കൂടെ വേണം കേട്ടോ ബ്രെഡ് പൊടി. ഇതെന്തിനാണെന്നറിയാമോ? ഒന്ന് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ഈ സമയത്തേ നമ്മൾ ഉപ്പൊന്ന് നോക്കണേ. ഒരു ബോള് പോലെ നമുക്ക് കുഴഞ്ഞു കിട്ടി. ഇനിയും 2 മിനിറ്റ് ഇരിക്കട്ടെ. പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാകണ്ടേ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനിയേ നമ്മുടെ പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ എണ്ണ ഒഴിക്കാം. നമ്മുടെ വട വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. കയ്യേലേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വേണം തൂത്തോട്ടോ, എന്നാൽ വേഗം ഇങ്ങനെ കിട്ടുമല്ലോ. ചെറിയ ബോള് പോലെ കണ്ടോ, നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വലിപ്പം ഇല്ലേ, ആ വലിപ്പം കണ്ടോ, ചെറിയ ബോള്. ഇത് നമുക്ക് ഒരു കുഞ്ഞ് തുളയൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ടേക്കാം. നമ്മുടെ വട അങ്ങനെ വെന്തോട്ടെ. നിറച്ചു എണ്ണ ഒഴിച്ചിട്ടേ മുക്കി പൊരിച്ച് എടുക്കുകയാണ് വേണ്ടിയത്. പക്ഷെ ഞാനിച്ചിരി എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാണ്. നമ്മൾ ഈ ഉപയോഗിച്ച എണ്ണ ഉണ്ടല്ലോ പിന്നെ വീണ്ടും ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ എടുക്കുക. തിരിച്ചു മറിച്ച് കിട്ടാൻ വെന്തോളുമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. അതുപോലെ ഇതേ ആകുമ്പോഴത്തേനും നമുക്കിതുപോലെ വട പിടിച്ചു വയ്ക്കാം. വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് കഴിയുമ്പം പിള്ളേർ വരുമ്പോഴത്തേനും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. നമ്മുടെ വടയൊക്കെ ഒന്ന് തിരിച്ചിട്ടാലോ. ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എടുക്കാം. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. ഇച്ചിരി സോസൊക്കെ കൂട്ടി മക്കൾക്ക് കൊടുക്കണം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ചിക്കൻ വട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഇച്ചിരി സോസൊക്കെ കൂട്ടി പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ.
തുഴ എന്ത് സോഫ്റ്റാന്ന് വരിക. നമ്മൾ എന്താ പറയുക, ബ്രെഡിൽ മുക്കി അല്ല മുട്ടയും മുക്കി ബ്രെഡിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, അടിപൊളിയായിട്ട് കിട്ടും. ഉണ്ടോ? അങ്ങനെ നമുക്ക് ചിക്കൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട ഉണ്ടാക്കി കാണിച്ചു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മുട്ട മിക്സ് ചെയ്തു, ബ്രെഡ് മിക്സ് ചെയ്തു, ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വട പോലെ ആക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ? അഭിപ്രായം പറ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും. ബൈ.